KPCC ഉപാധ്യക്ഷൻ ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ VT ബൽറാം. നമസ്കാരം. 3 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടിരിക്കുകയാണ്. ഇതിൽ 2 സിറ്റിംഗ് സീറ്റുകളിലെ വിജയമാണ്. അത് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റുമോ? ഈ 3 തെരഞ്ഞെടുപ്പിലും UDFനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ശ്രീ പിണറായി വിജയൻ്റെ 2ാം സർക്കാർ വന്ന 2021 മുതലുള്ള 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നടന്നു. ആദ്യം തൃക്കാക്കരയിൽ നടന്നു, പിന്നീട് പുതുപ്പള്ളിയിൽ നടന്നു, ഇപ്പോൾ പാലക്കാട്ടും ചേലക്കരയിലും നടന്നു, അതോടൊപ്പം പാർലമെൻറ്റ് സീറ്റിലേക്ക് വയനാട്ടിലും നടന്നു. ഈ 5 ഉപതെരഞ്ഞെടുപ്പിലും UDFന് അഭിമാനകരമായിട്ടുള്ള ഒരു മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നുള്ളത് സാങ്കേതികമായിട്ട് ശരിയാണ്. ആ നിലയിൽ കക്ഷി നിലയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഓരോ സിറ്റിംഗ് സീറ്റും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ വിജയിക്കുന്നൊരു മാർജിൻ നോക്കണം. ജനാധിപത്യത്തിൽ നമ്മൾ സീറ്റിൻ്റെ എണ്ണം മാത്രമല്ലല്ലോ, എത്ര ശതമാനം ആളുകൾ നമ്മളോടൊപ്പം പുതുതായിട്ട് വരുന്നു, അപ്പുറത്തുള്ള ആളുകൾക്ക് എത്ര തൻ്റെ ജനപിന്തുണ നഷ്ടപ്പെടുന്നു, ഇതൊക്കെ താരതമ്യപ്പെടുത്തണമല്ലോ. ഇപ്പോൾ ശ്രീ PT തോമസ് വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് അവിടെ ഉമാ തോമസ് വിജയിക്കുന്നത്. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാർ വിജയിച്ചതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ഷാഫി പറമ്പിലിന് കിട്ടിയതിൻ്റെ 5 ഇരട്ടിയിലധികം ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ലഭിക്കുന്നത്. എന്നാൽ ചേലക്കരയിൽ K രാധാകൃഷ്ണന് ലഭിച്ച ഭൂരിപക്ഷം 4-1 ചുരുങ്ങുകയാണ്. അപ്പുറത്ത് പോളിംഗ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം വയനാട് നേടാൻ സാധിച്ചു. അപ്പോൾ ആ നിലയിൽ വളരെ വലിയൊരു വേവ് തന്നെയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ എത്രത്തോളം അതിനെ ആ നിലയിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഒരു പരാതി രൂപത്തിൽ തന്നെ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. പക്ഷേ ഈ ഒരു ട്രെൻഡ്, അതായത് പിണറായി വിജയന് 2ാം തവണ ഒരു വലിയ മാൻഡേറ്റ് ജനങ്ങൾ നൽകിയിരുന്നു 2021, അത് ഒരു പഴങ്കഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് കേരളം ഒരുപാട് ഞങ്ങൾക്കൊപ്പം മാറി ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പും ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത്. ഈ 2021 കഥ പറഞ്ഞു. അന്ന് പാലക്കാട് BJP നേടിയ വോട്ടുകളുണ്ട്. അവരുടെ അടിസ്ഥാനപരമായ വോട്ട് അതിന് മുൻപ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 40,000 വരെ വന്ന് നിൽക്കുന്ന വോട്ടുകളാണ്. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ മാത്രം മാറി വന്നൊരു പ്രതിഭാസമായിരുന്നു കഴിഞ്ഞ തവണ കണ്ടത്. ആ വോട്ടുകൾ, ഈ 40,000 വോട്ടുകൾ ഇത്തവണയും അവർ പോൾ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല CPM കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ടുകൾ കൂടുതൽ നേടിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് എങ്ങനെയാണ് അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് കോൺഗ്രസിന് പറയാനാവുക? CPMനെ സംബന്ധിച്ച് വെറും 100-800 വോട്ട് മാത്രമേ അവിടെ കൂടിയിട്ടുള്ളൂ. അത് മൊത്തം വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. പുതിയ വോട്ടർമാരൊക്കെ ഗണ്യമായിട്ട് അവർ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവർ നല്ല രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ CPMനൊരു ശക്തി വർധനവ് ഉണ്ടായിട്ടില്ല. പക്ഷേ BJPയുടെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു. അത് 2021 E ശ്രീധരൻ സാർ മത്സരിക്കുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വെറും 3-4 മാസം മുമ്പ് പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതേ കൃഷ്ണകുമാർ അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹം പാർലമെൻറ്റ് സീറ്റിൽ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും അവർക്ക് പോലും ഇല്ലല്ലോ. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ലീഡ് നേടാൻ സാധിച്ചു. എന്നാൽ ആ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ഇന്ന് BJPയേക്കാൾ 4000-ൽ പരം വോട്ടിൻ്റെ ലീഡ് ഞങ്ങൾക്ക് നേടാൻ സാധിക്കുകയാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് ചേലക്കരയിൽ പ്രതിഫലിക്കേണ്ടായിരുന്നു. ചേലക്കരയിൽ നിങ്ങൾ കാണുകയല്ലേ, ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം, ഞങ്ങളുടെ ജനപിന്തുണ 5.5% വർദ്ധിക്കുകയാണ്. അതേസമയം LDFന് 10-12% ഇടിവാണ് സംഭവിക്കുന്നത്. BJPക്കും കൂടിയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള നല്ല ഒരു വിലയിരുത്തൽ ചേലക്കരയിൽ നടന്നിട്ടുണ്ട്. അത്യധികമായിട്ട് അതിനെ ഒരു റിസൾട്ടിലേക്ക്, ഒരു അട്ടിമറിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കും. ഈ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ പേരിലാണോ അവിടെ രമ്യ ഹരിദാസിന് കൃത്യമായി ഭരണവിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാനായി എന്ന് പറയുന്നത്? ഭൂരിപക്ഷം അതിലൊരു യാഥാർത്ഥ്യമാണല്ലോ. അതായത് നിങ്ങൾ പറയുന്നത് 39,400 എന്ന K രാധാകൃഷ്ണന് കിട്ടിയ ഒരു ഭൂരിപക്ഷമാണ്. പക്ഷെ അതിനു മുമ്പ് 2016 നോക്കൂ, 2016 UR പ്രദീപ് മത്സരിച്ചപ്പോൾ നേടിയതിനെക്കാട്ടിയും 1000 വോട്ടുകൾ ഇത്തവണ അദ്ദേഹം തന്നെ മത്സരിക്കുമ്പോൾ നേടാനായിട്ടുണ്ടെങ്കിൽ അത് നേട്ടമായിട്ട് കാണണ്ടേ? അല്ല, ശ്രീ UR പ്രദീപിന്റെ വിജയം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അല്ല, എന്തുകൊണ്ട് അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്? അല്ല, ഞാൻ പറയട്ടെ, 2016 ശ്രീ UR പ്രദീപ് എന്ന് പറയുന്നത് ഒരു പുതുമുഖമായിട്ട് മത്സരിച്ച് വരുന്ന ആളാണ്. അദ്ദേഹം ഒരു പഞ്ചായത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന നേതാവ്. അന്ന് ആദ്യമായിട്ട് K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടുത്തെ ഒരു ചേലക്കരയുടെ ഒരു പര്യായമായിട്ട് നിൽക്കുന്ന തലയെടുപ്പുള്ള മുതിർന്ന നേതാവാണല്ലോ. അദ്ദേഹം മാറി ഒരു പുതുമുഖം വരുമ്പോൾ അന്ന് അദ്ദേഹത്തിന് ആ ലീഡ് നേടാൻ സാധിച്ചുള്ളൂ. ഇന്നും അദ്ദേഹത്തിന് അതിൽ നിന്ന് വലിയ രീതിയിലൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതാണ് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ്. എന്നാൽ അതിനപ്പുറത്ത് അവർക്ക് കിട്ടിയ
അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അടുത്ത പാർലമെൻറ്റിലും ഒക്കെ കിട്ടിയതിനേക്കാൾ വലിയ രീതിയിൽ ഞങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഞങ്ങളുടെ പാർട്ടിക്കാരനായിരുന്ന ഒരാൾ വിമതനായി ഇപ്പോൾ അൻവറിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ 4000-ഓളം വോട്ട് അവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സംതൃപ്തിയാണ്. ഞങ്ങൾ പൂർണ്ണ വിജയമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. BJP പിടിച്ച വോട്ട് കണ്ടോ അവിടെ ചേലക്കരയിൽ? BJPയുടെ നല്ല വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ അതെന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല? BJPയിലേക്ക് പോയത് അവരുടെ അടിസ്ഥാന വോട്ടുകളാണ് എന്ന് കരുതുന്നുണ്ടോ? BJPക്ക് അവിടെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയൊരു വളർച്ചയുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന തൃശ്ശൂരിൻ്റെ ഒരു ഇഫക്റ്റ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിട്ടുള്ളത്. പലരും പറഞ്ഞത് പാലക്കാട് അതുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പാലക്കാടല്ല, ചേലക്കരയിലാണ് ആ തൃശ്ശൂർ ഇഫക്റ്റ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും ആ പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും ചേലക്കരയിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങൾ, അവിടുത്തെ വികസന രാഹിത്യം, നെൽകർഷകരുടെ പ്രശ്നം, പെൻഷൻ കിട്ടാത്തവരുടെ പ്രശ്നം, KSRTCയുടെ പ്രശ്നം, അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചർച്ചയാക്കാൻ സാധിച്ചു. പാലക്കാട്ട് നിങ്ങൾ ചില മാധ്യമപ്രവർത്തകർ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, വളരെ പെറ്റിയല്ല ഉദ്ദേശിച്ചത്, വളരെ പെറ്റിയായിട്ടുള്ള സില്ലി ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ കടന്നു വന്നു. അപ്പോൾ പാലക്കാട് വിവാദം മാത്രമേ ഉണ്ടായിരുന്നത്. പാലക്കാട് നിങ്ങൾക്ക് പറ്റിയത് വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടിയിൽ നിങ്ങൾ കുരുങ്ങിപ്പോയി, കത്തിൽ കുരുങ്ങിപ്പോയി, ആരോപണങ്ങളിൽ കുരുങ്ങിപ്പോയി. എന്താണ് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ മാധ്യമങ്ങളിൽ ഉണ്ടായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ അവിടെ ഞങ്ങൾ മാസീവായി ക്യാമ്പയിൻ നടത്തി. ഇവിടെ ഇത്തവണ ഏതാണ്ട് 400ഓളം കുടുംബയോഗങ്ങൾ ഞങ്ങൾ നടത്തി. ഇന്നേ വരെ ഒരു പരിപാടിയും നടത്താത്ത സ്ഥലങ്ങളിൽ പോലും ഞങ്ങളുടെ പരിപാടികളിലേക്ക് 100-150 സ്ത്രീകളടക്കമുള്ള ആളുകൾ കടന്നു വന്നു. അവിടെയൊക്കെ ഞങ്ങൾ ഈ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ ഓരോ ദിവസവും പ്ലാന്റഡ് ആയിട്ട് ഓരോ വാർത്തകൾ കൊണ്ടുവരും, ഒരു നെറേറ്റീവ് നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ചില മാധ്യമ പ്രവർത്തകരുടെ ചില അമിതാവേശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിലെ ചിലരുടെ നിലവാരത്തെ ഓർത്ത് നമുക്ക് സഹതാപം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വെല്ലുവിളികളെയാണ് ഞങ്ങൾ BJPയെയും CPMനെയും മാത്രമല്ല, നിങ്ങൾ ചില മാധ്യമങ്ങളുടെ കോക്കസിനെ കൂടി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളോട് സഹതാപം നല്ലത്, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ സഹതാപം തോന്നിയിട്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രവീണയ്ക്കൊക്കെ മുൻപ് പരിചയമുള്ള പല മാധ്യമ പ്രവർത്തകരും കൂടിയാണ് പറഞ്ഞേ. ഈ സഹതാപമൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഈ സഹതാപം കൂടി ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടായിരിക്കണമല്ലോ ചേലക്കരയിൽ അതേ സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും ഇറക്കിയത്. അവിടെ സംഘടനാ സംവിധാനം CPMന് വളരെ ശക്തമായിരുന്ന ഒരിടത്തേക്കാണ് ഞാൻ സ്ഥാനാർത്ഥിയായി ചെന്നിറങ്ങിയത് എന്ന് ആ സ്ഥാനാർത്ഥി ആയിരുന്ന ആൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനർത്ഥം UDFന് സംഘടനാ സംവിധാനം അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. ചേലക്കരയിൽ സംഘടനാ സംവിധാനത്തിൽ കുറേയേറെ ദൗർബല്യങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പുതിയതായി ഉള്ള ഒരു ചൂണ്ടിക്കാട്ടലല്ല ഈ ഇലക്ഷൻ്റെ തുടക്കം. പുതിയൊരു കാര്യമല്ല, സ്ഥാനാർത്ഥിയും പുതിയതായിട്ട് പറയുമ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പരാമർശം സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊട്ടും അസ്വാഭാവികതയില്ല. കാരണം ഞങ്ങൾ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങേണ്ടി വന്നത് പല സ്ഥലങ്ങളിലും. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ചേലക്കര മണ്ഡലം K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നു, 100% വിജയപ്രതീക്ഷ, ഞങ്ങളെ സംബന്ധിച്ചൊന്ന് ശ്രമിച്ചിട്ട് പോലും കാര്യമില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ തുടങ്ങാറുള്ളത്. സംവരണ മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് കാരണം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന കുറേയേറെ ദൗർബല്യങ്ങൾ അവിടെ ഉണ്ട്. അത് ഓരോ പാർട്ടിക്കും പല പ്രദേശങ്ങളുണ്ടല്ലോ. ഇപ്പോൾ CPM പാലക്കാടിൻ്റെ പരാജയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് 3-ാം സ്ഥാനത്താണ്. ഞങ്ങൾ 2016 തൊട്ട് തന്നെ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു, ഇതുവരെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഞാൻ പറയട്ടെ. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും അത്തരത്തിലുള്ള ചില ദൗർബല്യ മേഖലകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ചേലക്കരയിൽ ഞങ്ങൾക്ക് മൊത്തത്തിലല്ല, ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, പക്ഷേ ചില മേഖലകളിൽ ഞങ്ങൾ ശരാശരിയിൽ കുറഞ്ഞ തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമായിരുന്നു ചേലക്കര. പക്ഷെ അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ 2-3 മാസം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയം എന്ന് പറയുമ്പോൾ. ഈ പറയുന്ന നിരവധി ഫാക്ടേഴ്സ്, 5% ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഫാക്ടേഴ്സാണ്. ഒന്ന്, സർക്കാരിനെതിരായിട്ടുള്ള നിഷേധ വോട്ടുകൾ, അത് തീർച്ചയായിട്ടും അവിടെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ആ നിഷേധ വോട്ടുകളിലെ നല്ലൊരു ശതമാനത്തെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷനുമായി താരതമ്യപ്പെടുത്തി ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ മാനസികമായിട്ട് അങ്ങ് തോറ്റു കൊടുക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തോറ്റുകൊടുത്താണോ രണ്ടാം വട്ടവും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നത്? തോറ്റുകൊടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏതർത്ഥത്തിലാണെന്ന് പറയാമല്ലോ. ചില മണ്ഡലങ്ങളിൽ അത് ഒരു കാലങ്ങളായിട്ട് അവർ കുത്തകയായിട്ട്, ഇപ്പോൾ കണ്ണൂരിലെ കുറേ മണ്ഡലങ്ങൾ, കാസർഗോഡ് ചില മണ്ഡലങ്ങൾ, മലബാറിലെ പല മണ്ഡലങ്ങൾ, അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലാണ് ഈ ചേലക്കരയൊക്കെ വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ അവസാനം വരെ ഫൈറ്റ് ചെയ്ത് തോറ്റുപോകുന്ന മണ്ഡലങ്ങളുണ്ട്. ആ അവസ്ഥയിലേക്ക് ചേലക്കര ഇപ്പോൾ മാറിയിട്ടുണ്ട്. വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് പാലക്കാട്ട് ജയം എന്നാണ് മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളുമൊക്കെ, CPM നേതാക്കളുമൊക്കെ പറഞ്ഞത്. CPM നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കോമഡി പീസുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സത്യത്തിൽ BJP പറയുന്നതിന് അപ്പുറത്തുള്ള വർഗീയതയല്ലേ ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP അവരുടെ തോൽവി അംഗീകരിച്ചു. അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ആ തോൽവിക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം അവർക്ക് പെശക് പറ്റി എന്നൊക്കെ അവരുടെ ഇടയിൽ ഒരു വിഭാഗങ്ങളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ നിലയിൽ ചില തിരുത്തലുകൾ, സംസ്ഥാന നേതൃത്വം മാറണം, സുരേന്ദ്രൻ പോരാ, സുരേന്ദ്രനാണത് വരുത്തി വെച്ചത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ ആ പാർട്ടിക്കകത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കും. സുരേന്ദ്രനെതിരെ ഏറ്റവും കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത് പാലക്കാടുകാരനായിട്ടുള്ള സീനിയറായിട്ടുള്ള BJP നേതാവ് ശിവരാജേട്ടനാണ്. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ CPM ഇപ്പോഴും പഴയ പോലെ ഇലക്ഷൻ തോൽക്കുമ്പോൾ സ്ഥിരമായിട്ട് അവർ ഒരു ടെംപ്ലേറ്റ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇത് വർഗീയ ശക്തികൾ, ഇത് SDPI, ഇത് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ പാലക്കാട് മണ്ഡലത്തിൽ എത്ര ശതമാനം വോട്ടുണ്ട്, കേരളത്തിൽ എത്ര ശതമാനം വോട്ടുണ്ട്? അവർ ഡെസിസീവായി മാറുന്ന ഏതെങ്കിലും മണ്ഡലം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വേണ്ട എന്ന് പറയാൻ UDF എന്തുകൊണ്ട് പറ്റില്ല? വളരെ കൃത്യമായിട്ട് പറയട്ടെ, വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ ഇതിന് ശേഷം, ഇലക്ഷന് ശേഷം പ്രചരിപ്പിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞ, ഞാൻ ഏതോ പ്രിന്റ് മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തത്, ഇത്തരം സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള പ്രസ്താവന പറയുന്നതായിട്ട് കൂടെ. പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ കുറേ ആളുകൾ ഇങ്ങോട്ട് വന്ന് പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കരുത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വോട്ട് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണല്ലോ. പക്ഷേ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്ന തരത്തിൽ, അവരുടെ ഒരു സ്വാധീനത്തിൽ നമ്മൾ വരുന്ന തരത്തിലുള്ള ഒരു പിന്തുണയും സ്വീകരിക്കാൻ ഒരു കാലത്തും ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ മറുഭാഗത്ത് CPM എന്താ പറയാറുള്ളത്? പിണറായി വിജയൻ തന്നെ ഓൺ റെക്കോർഡ്, എനിക്ക് തോന്നുന്നു മനോരമയുടെ മറ്റോ ജോണി ലൂക്കോസുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, RSSൻ്റെ വോട്ട് ഞങ്ങൾ എല്ലാ ഇലക്ഷനിലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ചില പർട്ടിക്കുലർ ഇലക്ഷനിൽ മാത്രമാണ് RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണല്ലോ പിണറായി വിജയൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു 2006 നിയമസഭാ ഇലക്ഷനിൽ അവർ CPMൻ്റെ ഒപ്പമായിരുന്നു. 2009 പാർലമെൻറ്റ് ഇലക്ഷനിൽ CPMൻ്റെ ഒപ്പമായിരുന്നു. 2011 ഇലക്ഷനിൽ അവരുടെ ഒപ്പമായിരുന്നു. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നല്ലോ 2014 ശേഷം. അപ്പോൾ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകൾ ഇന്ന് വളരെ സുചിന്തിതമായിട്ടുള്ളൊരു തീരുമാനം മെല്ലെ മെല്ലെ എടുത്തു വരികയാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ പ്രോമിനൻസ് അവർ അംഗീകരിക്കുന്നു, കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് കൂടിയുള്ള ഒരു മുന്നണിക്ക് ആണ് കേരളത്തിലും ഭാവിയുള്ളത് എന്നവർ കാണുന്നു. ഈ വാർത്തകളൊക്കെ വരുമ്പോഴേ, ഇപ്പോൾ ഈ വർഗീയവാദികൾ കൂട്ടുപിടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അസഹിഷ്ണുത വരുന്നുണ്ടോ പാർട്ടിക്കുള്ളിൽ? അസഹിഷ്ണുതയുടെ ഒരു കാര്യമില്ലല്ലോ. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ ആരോപണങ്ങളല്ലേ. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി നേരിട്ടിട്ടും CPM പോലുള്ളൊരു പാർട്ടി അതിനെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഗുണമാണ്. വെറും ഇതൊക്കെ പറയുമ്പോഴേ, ഈ കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ, അതിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടെ വോട്ടുകൾ ചോർന്നു പോയിട്ടില്ല. ഒന്നുകിൽ അവർ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ BJPയുടെ കയ്യിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ, ഞാൻ നിയമസഭയല്ല, നിങ്ങൾ കഴിഞ്ഞ ഈ പറഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പുകളെ വിട്ടു നോക്കൂ, അവർക്ക് എല്ലാ തരത്തിലും അവരുടെ നിലയ്ക്ക്, അതായത് അവരുടെ റൂട്ട് ഒരിക്കലും ചോർന്നു പോയിട്ടില്ല. അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണോ കോൺഗ്രസ്? അല്ല, ഒന്നതിൽ വസ്തുതാപരമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 9 10 തവണ വിവിധ ബാച്ചുകളിലായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് വാർഡുകളിലേക്കൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPMൻ്റെ സിറ്റിംഗ് സീറ്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ടാലി വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കണ്ണൂരിൽ, മട്ടന്നൂരിലടക്കമുള്ള പിണറായി വിജയൻ്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ ടാലിയാണ് വർദ്ധിക്കുന്നത്. 3.0 ലോഡിംഗ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്, ആണോ? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം സർക്കാർ എന്നുള്ളൊരു ക്യാമ്പയിൻ, അത്
CPM തുടങ്ങുക എന്നത് തന്നെ ഞങ്ങൾക്ക് ഗുണകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPMൻ്റെ ഒരു ഭരണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കോൺഗ്രസ് ലോഡ് ചെയ്യുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കോൺഗ്രസ് എപ്പോഴും ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് ഇലക്ഷനെ നേരിടാറുള്ളത്. ഇപ്പോൾ കർണാടക ഇലക്ഷൻ നിങ്ങൾ കണ്ടതല്ലേ, അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നു, DK ശിവകുമാർ എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ലല്ലോ ഞങ്ങൾ അവിടെ ഇലക്ഷനെ നേരിട്ടത്. എന്നാൽ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ മറിച്ചായിരുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ നേരിട്ട സർക്കാരായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാർ. അതിനപ്പുറം നോക്കുമ്പോൾ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ നിങ്ങൾക്ക് പറയാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. കാരണം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ എന്താണ് പറയുന്നത് എന്നുള്ള ഞങ്ങൾ ചോദിക്കാനുള്ളത്. അവർക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ 8.5 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിന് അവസാനത്തെ ഈ 3.5 വർഷത്തെ എന്ത് ഭരണ നേട്ടമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഒന്നാം സർക്കാരിന് കുറേയേറെ ജനങ്ങൾക്കിടയിൽ കുറേയേറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിച്ചു. അത് ചില പാക്കേജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. കണ്ടു ശീലിച്ച മുഖങ്ങളല്ലാതെ പുതിയ മുഖങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞങ്ങൾ മത്സരിപ്പിക്കുന്ന ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക്, വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഞങ്ങൾ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തവണ പുതുമുഖമായി സന്ദീപ് വാര്യരും എത്തുമോ? സന്ദീപ് വാര്യർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിപ്പിക്കാൻ പറ്റുന്നൊരു മുഖം തന്നെയാണ്. അപ്പോൾ നേരത്തെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രവർത്തകരെ അല്ലെങ്കിൽ മത്സരിക്കാൻ യോഗ്യതയുള്ളവരെ അവരെ തഴഞ്ഞുകൊണ്ടല്ലേ ഇത്തരത്തിൽ മറ്റൊരു പാർട്ടി വിട്ട് വന്ന് കൈപിടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഉന്നത സ്ഥാനം ചോദിക്കുന്നത്? സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ഒരു ഓട്ടോറിക്ഷയിൽ പാർട്ടി ഓഫീസിൽ അപ്പുറത്ത് ചെന്ന ആളെ അപ്പ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയ ഒരു CPM LDF അപ്പുറത്തുണ്ട്. അതുപോലെയല്ല, ഞങ്ങളൊരു സമയമൊക്കെ കൊടുത്ത് സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 1.5 വർഷത്തിന്റെ സമയം കൊടുത്തു. ഒരു തരത്തിലുള്ള വർഷങ്ങളായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അവിടെ ഇരുന്നോട്ടെ. സന്ദീപ് വാര്യർ വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തൊരു 6 മാസത്തിനകത്ത് പുതിയ തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല. പിന്നെ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് 2026 അത് ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു 1.5 വർഷത്തിനപ്പുറത്തുള്ള ഒരു സാങ്കല്പിക കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്, പറ്റാവുന്ന രീതിയിൽ ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് ഏതെങ്കിലും തരത്തിൽ ഇന്ന സീറ്റിലോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ അദ്ദേഹത്തെ വെച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഇതുവരെ. അദ്ദേഹം 1.5 വർഷം പ്രവർത്തിക്കട്ടെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാധാരണഗതിയിൽ പ്രതീക്ഷയില്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കും എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കും. അത് എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ്. പുതുമുഖങ്ങളെ പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞ സീനിയോറിറ്റി പ്രശ്നമുണ്ടല്ലോ. ഭരണം കിട്ടുകയാണെങ്കിൽ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ആളായിരിക്കും, ഒരു യുവത്വം തുളുമ്പുന്ന ആളായിരിക്കും. എന്താണ് കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പ്രത്യേകിച്ചും ഉന്നത പദവികളിലിരിക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷഷ്ടിപൂർത്തിയുടെ അപ്പുറത്താണ്, സപ്തതിക്കും അപ്പുറത്താണ്. ഇപ്പോൾ പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു 75 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് 84 വയസ്സിലോ മറ്റുമാണ്. അപ്പോൾ ആ നിലയിലാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറും 2ാം തവണ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് അദ്ദേഹത്തിന് 70-നടുത്ത് പ്രായമുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരിൽ പലരും ഷഷ്ടിപൂർത്തിയുടെ പ്രായത്തിനപ്പുറത്ത് അതിനോടടുപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവർ മാറിക്കൊടുക്കേണ്ട സമയമായില്ലേ? അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ മുൻപൊക്കെ ഈ ശരാശരി പ്രായം, മുഖ്യമന്ത്രി പദവിയിലേക്കൊക്കെ ഉള്ള ശരാശരി പ്രായം 75ഉം 80ഉമാണ്. ഇപ്പം അത് മാറി ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ 60 ഉദ്ദേശിക്കുന്നത്. 60ലേക്ക് കുറയാന്ന് പറയുമ്പോൾ ആവറേജ് ഏജ് കുറയുകയാണ്. എന്ന് വെച്ച് 40-കാർക്കും 30-കാർക്കും ഒറ്റയടിക്ക് മുഖ്യമന്ത്രിമാരാവാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് കേരളം വന്നിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പാർട്ടിയുടെ സംഘടനാ തലപ്പത്ത് മാറ്റം വരുമോ? ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലല്ലോ. കാരണം ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്നു, നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇപ്പം അങ്ങനെ നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ല. പക്ഷേ KPCC ആസ് എ ടീം നല്ല രീതിയിൽ ഫങ്ഷനിങ് ആണ്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ KPCCയുടെ ഭാരവാഹികൾ മാസങ്ങളോളം അവിടെ പ്രവർത്തിച്ച് ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ട് വർക്കിൻ്റെ കൂടെ KPCC ഭാരവാഹികൾ ഇറങ്ങിയ ഒരു പഞ്ചായത്തിൽ ആളുണ്ടാവും, അതല്ലേ പറഞ്ഞു വെച്ചത്? ജംബോ കമ്മിറ്റികളാണല്ലോ. ഏത് തരത്തിലും നിങ്ങൾക്ക് വിമർശിക്കാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇഫക്റ്റീവാണ്. മുൻപ് എന്നത്തേക്കാളും KPCCയുടെ ഫങ്ഷനിങ് ഇഫക്റ്റീവാണ്.
നിങ്ങളെപ്പോലുള്ള നേതാക്കളെ ഒരുപക്ഷെ നേതാക്കളാക്കി നിർത്തുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണല്ലോ. അവർക്ക് മുൻനിരയിലേക്ക് വരാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. എത്രത്തോളം പാർട്ടി സജ്ജമാണ്? ഞങ്ങൾ വലിയ രീതിയിലുള്ള മുന്നൊരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മിഷൻ 2025 എന്നാണ് ഞങ്ങൾ അതിനെ പേരിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട സമീപനത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗൗരവം ഈ മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കയ്യിലിരുന്ന കുറേ പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ കൊണ്ടുവന്ന് CPM-നോ BJP-ക്കോ ഒക്കെ കൊടുത്ത പാരമ്പര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും പല മുതിർന്ന നേതാക്കളും 23-ന് ശേഷം വെടിപൊട്ടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ മയപ്പെട്ടു തുടങ്ങിയോ? നേതാക്കന്മാർ അത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടി മയപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവർ കുറച്ചും കൂടി ഒരു പക്വത കാണിക്കണം. പ്രവർത്തകരുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കണം. ഇതങ്ങനെ അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാലമോ അവരുടെ പെറ്റിയായിട്ടുള്ള പരാതികൾ ഇങ്ങനെ ഓരോ ദിവസവും എയർ ചെയ്യേണ്ട ഒരു കാലമല്ല. മറിച്ച് കുറേ കൂടി പാർട്ടി സ്പിരിറ്റിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. അത് എത്രത്തോളം ഉയർന്ന നേതാവാണോ അത്രത്തോളം അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാത്ത നേതാക്കളുണ്ട്, അല്ലെങ്കിൽ സ്വയം തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ മതി എന്നുള്ള തരത്തിൽ തീരുമാനിക്കുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞാണ് സരിൻ ഇറങ്ങിപ്പോയത്. സരിൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സരിൻ പറഞ്ഞത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയ വിമർശനമാണോ, അതോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇച്ഛാഭംഗത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉയർത്തിയ ഒരു പരാതിയാണോ എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്, വിധി എഴുതിയിട്ടുണ്ട്. ഈ സൈബർ പോരാളികൾ ചിലപ്പോഴെങ്കിലും നിയന്ത്രണം വിട്ടു പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ വ്യക്തിപരമായി? അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരും അടക്കം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഈ ഇലക്ഷൻ കാലത്ത് തന്നെ വിധേയരായല്ലോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തുടക്കം തൊട്ട് തന്നെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണല്ലോ അപ്പുറത്തുള്ള ആളുകൾ തുടങ്ങിയത്. ഇല്ലാത്ത കേസുകൾ പറയുക, അദ്ദേഹത്തിനെതിരെ എന്താ പറയുക, ഒരു തരത്തിലുള്ള കേസും പിണറായി വിജയൻ്റെ പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം എന്തോ വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ നിലയിലുള്ള ചില നെയിം കോളിംഗ് അടക്കം CPM-ൻ്റെ സൈബർ ഗൂൺസ് നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പടക്കം നേരിട്ടത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരുടെ അവർ താമസിക്കുന്ന ഹോട്ടലുകളിലേക്ക് പാതിരാത്രിക്ക് ശേഷം പുരുഷ പോലീസുകാർ, വനിതാ പോലീസ് ഇല്ലാതെ ഇരച്ചു കയറുന്നു, അവിടെ സീനുണ്ടാക്കുന്നു. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് അവർ ശ്രമിച്ച് നമ്മളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഇരകളാണ് ഞങ്ങളും ഞങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരും, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥരാക്കുന്നുണ്ടോ? മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നല്ല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടുവരും, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചർച്ചയാക്കുക, ജനകീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലൊരു ഇലക്ഷൻ നാരറ്റീവ് സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചാനലുകളൊക്കെ അങ്ങേയറ്റം നിലവാരമില്ലാതെ ഈ പറയുന്ന പെട്ടി വിവാദം, എന്നിട്ട് അതിനെ പെട്ടിവിവാദം ഉണ്ടാക്കിയത് ഏതെങ്കിലും മാധ്യമങ്ങളാണ്? അല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു. അതിൽ തന്നെ CPM-ൻ്റെ ചാനലായിട്ടുള്ള കൈരളിയുടെ മാധ്യമവും BJP-യുടെ മാധ്യമമായിട്ടുള്ള ജനം TV-യുടെയും ആളുകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. അതേപോലെ തന്നെ CPM-ൻ്റെയും BJP-യുടെയും നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. DYFI-യുടെയും യുവമോർച്ചയുടെയും നേതാക്കന്മാരുണ്ടായിരുന്നു. SFI-യുടെയും ABVP-യുടെയും നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ചാനലുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ നിലയിൽ ആസൂത്രണം ചെയ്യപ്പെട്ടൊരു വിവാദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്നത് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള തരത്തിൽ ഞങ്ങളങ്ങനെ എല്ലാ മാധ്യമങ്ങളെയൊന്നും ബഹിഷ്കരിക്കുന്നില്ല. എല്ലാ മാധ്യമങ്ങളെയും ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചില മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുമെന്നുമുണ്ട് അതിനർത്ഥം. ആ നിലയിൽ ചിലപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അത് ശരിയാണോ? ചിലർ അർഹിക്കുന്ന ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനത്തെ വിസ്മരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ അങ്ങേയറ്റം നിലവാരമില്ലാത്ത ഒരു കങ്കാണി പണിയിലേക്ക് അധപ്പതിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ തന്നെ ഫ്ലോറിൽ പോയിട്ട് നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ഉചിതമായ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങേയറ്റം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള
നൊട്ടോറിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ചില ആളുകൾ വന്ന് ചില ചാനലൊക്കെ തുടങ്ങി അത് തന്നെ ഞങ്ങളൊരു വേദിയായിട്ടോ ഞങ്ങൾക്കുള്ളൊരു അവസരമായിട്ടൊന്നും ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനപ്പുറത്തുള്ള ഒരുപാട് വേദികളും അവസരങ്ങളും ഉണ്ടല്ലോ. ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സ് ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ചാനലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ പോലുള്ളൊരു പ്രസ്ഥാനത്തെ വരട്ടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേത് പറയാൻ അവിടെ പോയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറയും. ഇനി അതല്ല അവിടെ പോകാണ്ട് നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ചില ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഒരുപാട് നല്ല മാധ്യമങ്ങളുണ്ടല്ലോ അവിടെങ്ങളിലൂടെ ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള KPCCയുടെ പാർട്ടിയുടെ താങ്കളുടെ ഒക്കെ നീക്കം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ശരി. NTV UAE to the world.